ഇത് ഏത് കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് ആശങ്ക ഉണർത്തുന്ന വാർത്തയിലേക്കാണ് ആദ്യം. പാശ്ചാത്യ ലോകത്ത് മാത്രം കേട്ടുകേൾവിയുള്ള വാർത്ത, ആ വാർത്തയ്ക്ക് ഇങ്ങ് കൊച്ചി പശ്ചാത്തലമാവുകയാണ്. നീ എന്തായി പറയുന്നത്? ഇതാണ് താൻ പറഞ്ഞ മ്യാം സാബ്. ഭിന്നശേഷിക്കാരനെ ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ചതിന് യുവതി ആളെ കൂട്ടി ക്രൂരമായി തല്ലി വാരിയെല്ല് തകർത്തു. തന്നെ റൊമാൻറ്റിക് മൂഡ് കളയാൻ ഓരോ സാധനങ്ങൾ. കഴിഞ്ഞ കുറച്ചു നാളായി ബിസിനസ് ഒക്കെ ഡല്ല, അതുകൊണ്ട് ഇവിടെ കൂടെ എന്തെങ്കിലും തുടങ്ങാന്ന് വെച്ചു. ഇങ്ങനെയൊക്കെ തുടങ്ങി എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കാൻ പറ്റുക? പക്ഷെ ഒരു തരി നാണമോ കുറ്റബോധമോ അവൾക്ക് സ്റ്റേഷനിൽ വെച്ച് പോലും ഉണ്ടായിരുന്നില്ല. നിനക്കൊന്നും ഒരു വിലയില്ലല്ലോ ഇത്ര വലിയ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട്. ലുക്കാണോന്നോ? സുഹൃത്തുക്കളായ യുവാക്കളുടെ മുന്നിൽ വെച്ചാണ് ലൈംഗിക ബന്ധത്തിന് ഭിന്നശേഷിക്കാരൻ നിർബന്ധിച്ചത്. ഞായറാഴ്ച വൈപ്പിനിൽ വെച്ച് കാണാമെന്ന് അമൽ ദേവ് സഫ്നയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഹോട്ടൽ റൂമിലേക്ക് വരാനായിരുന്നു സഫ്ന ആവശ്യപ്പെട്ടത്. ഇപ്പോഴത്തെ പിള്ളേരെ നേരിട്ടല്ല, കൊട്ടേഷനാ. അമൽ ദേവ് റൂമിലെത്തിയതിന് പിന്നാലെ സഫ്നയുടെ കൂട്ടാളികളായ 4 പേരുമെത്തി. സഫ്നയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇവർ അമൽ ദേവിനെ നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ അമൽ ദേവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? തുടർന്ന് പ്രതികൾ മാറി മാറി ഇയാളുടെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റൂലട്ടാ, സീരിയസ്ലി. പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ കടവന്ത്ര പോലീസ് പൂട്ടി. ഏറ്റവും അപകടം പിടിച്ച 2 സാധനങ്ങളാണ് മൊബൈൽ ഫോണും പെണ്ണും. സൂക്ഷിച്ചില്ല എങ്കിൽ രണ്ടിന്റെയും ഡിസ്പ്ലേ അടിച്ചു പോകും. മണിയാ